ഭാവായും പുത്രനും ശുദ്ധമുള്ള റൂഹായുമായ സത്യേക ദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേൽ തന്റെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ഇന്നലെ ഒരു ചർച്ചയിൽ വളരെ താല്പര്യത്തോടെ ഒരാൾ ചോദിച്ചു, ഗ്ലോറിയസ് ഗോസ്പലും പെന്തക്കോസ്ത് ഗോസ്പലും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇത് വളരെ നാളുകളായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. പല വീഡിയോകളിലായിട്ട് ഇത് വിശദീകരിച്ചിട്ടുള്ളതാണ്. എന്നാൽ പുതുതായിട്ട് വരുന്ന പ്രേക്ഷകർ വീണ്ടും ചോദിക്കുന്നത് കൊണ്ട് വീണ്ടും അതിനെ ചുരുക്കമായിട്ട് പറയുവാനാണ് സമയമെടുക്കുന്നത്. ഞങ്ങൾ ഈ സുവിശേഷം പറയുമ്പോൾ സുവിശേഷം പ്രധാനമായും രണ്ടു തരത്തിൽ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ക്രിസ്തീയ ദർശനത്തിന് പ്രധാനമായും രണ്ട് കാഴ്ചപ്പാടുകളുണ്ട്. അത് പൗരസ്ത്യ ദർശനവും പാശ്ചാത്യ ദർശനവുമാണ്. പാശ്ചാത്യ ദർശനത്തിൽ നിന്ന്, ആ പാശ്ചാത്യ ക്രിസ്ത്യാനിത്വത്തിൽ നിന്ന് പിന്നീട് പ്രൊട്ടസ്റ്റന്റ് വിഭാഗം ഉണ്ടായി. ചോദ്യം ചെയ്യലുകൾ, വിയോജിപ്പുകൾ, അതുപോലെ എതിർപ്പുകൾ, ഇതാണ് പ്രൊട്ടസ്റ്റന്റിനിസത്തിന് നാന്ദി കുറിക്കുന്നത്. പ്രൊട്ടസ്റ്റന്റ് ചിന്താഗതി കുറെ കൂടെ അഡ്വാൻസ്ഡ് ആയപ്പോൾ, ഈ പനി കൂടി പിന്നെ ന്യൂമോണിയ ആയി എന്ന് പറയുന്നത് പോലെ, പ്രൊട്ടസ്റ്റന്റിനിസത്തിന്റെ ഒരു ഹയർ വേർഷനാണ്, കുറെ കൂടെ കൂടുമ്പോൾ അതാണ് റാഷണലിസ്റ്റ് മൂവ്മെന്റുകൾ എത്തീസ്റ്റ് മൂവ്മെന്റായി മാറുന്നത്. പ്രൊട്ടസ്റ്റന്റിനിസത്തിൽ നിന്നാണ് എത്തീസം ഉണ്ടാകുന്നത്. പരമ്പരാഗത വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യുക, അത് കാര്യകാരണ സഹിതം, തെളിവുകൾ സഹിതം അത് വിശദീകരിക്കാൻ ആവശ്യപ്പെടുക, പിന്നീട് ഭിന്നതയും കലഹവും ഉണ്ടാക്കുക. ഇതാണ് പ്രൊട്ടസ്റ്റന്റിനിസം ചെയ്തത്. അത് കുറെ കൂടെ മികച്ച രീതിയിൽ ചെയ്തപ്പോൾ എത്തീസം ഉണ്ടായി. ഇതൊക്കെ പാശ്ചാത്യ ക്രിസ്ത്യാനിത്വത്തിലാണ് ഉണ്ടായത്. എന്തുകൊണ്ടാണ് പാശ്ചാത്യ ക്രിസ്ത്യാനിത്വത്തിൽ ഇതുണ്ടായത്? പൗരസ്ത്യ ദർശനം സ്നേഹത്തിൽ അധിഷ്ഠിതമാണ്. പാശ്ചാത്യ ദർശനം വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ്. പരിശുദ്ധനായ പൗലോസ്ലീഹ കോരിന്തോസുകാർക്ക് എഴുതുമ്പോൾ പറയുന്നത്, വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇവ മൂന്നും നിലനിൽക്കുന്നു. These three must coexist together. വിശ്വാസവും പ്രത്യാശയും സ്നേഹവും ഒരുമിച്ചാണ് നിലനിൽക്കുന്നത്. പാശ്ചാത്യ ക്രിസ്ത്യാനിത്വത്തിൽ വിശ്വാസത്തെ ചുറ്റിപ്പറ്റി അവർ സിദ്ധാന്തങ്ങൾ രൂപീകരിച്ചു. നമ്മുടെ നാട്ടിൽ കേൾക്കുന്നതൊക്കെ പാശ്ചാത്യ സുവിശേഷമാണ്. പാശ്ചാത്യ ദർശനത്തിൽ നിന്ന് രൂപപ്പെട്ട വിവിധ രൂപങ്ങളുണ്ട്. പെന്തക്കോസ്ത് സുവിശേഷ പ്രസംഗം, നിങ്ങൾ വിശ്വസിക്കുക എന്നാണ് അത് പ്രസംഗിക്കുന്നത്. ഇന്നലെ ഞാനൊരു ക്ലബ് ഹൗസ് ചർച്ചയിൽ കേട്ടത്, സാജൻ എന്ന് പറഞ്ഞ ഒരു പെന്തക്കോസ്തുകാരൻ അവകാശപ്പെടുകയാണ്, അവന്റെ ഭാര്യയെ യേശു രക്ഷിച്ചു കോവിഡ് വന്നപ്പോൾ.
അപ്പൊ ഒരു നിരീശ്വരവാദി ആണ് അദ്ദേഹത്തോട് തിരിച്ച് സംസാരിക്കുന്നത്. ഇവരിങ്ങനെ സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ. ഞാൻ ആ ചർച്ചയിലൊന്നും ഇല്ലായിരുന്നു, കേട്ടതാ. അപ്പോൾ ഈ നിരീശ്വരവാദി ചോദിക്കുന്നുണ്ട്, ആ യേശുവിനെ നിങ്ങൾ തന്നെ വെച്ചാൽ മതി. കാരണം 39,000 ആളുകളാണ് കോവിഡ് ബാധിച്ച് കേരളത്തിൽ മരിച്ചത്. എന്തൊരു കരുതലല്ലേ. മലയാളികൾ വിചാരിച്ചത് അവിടെ എന്തോ പ്രത്യേക കരുതലുണ്ട്. 39,000, കുറച്ചൊന്നും 39,000. 39,000 ആളുകൾ കേരളത്തിൽ കോവിഡ് ബാധിച്ച് മരിച്ചപ്പോ ഈ പെന്തക്കോസ്തുകാരൻ പറയുന്നത് അവന്റെ ഭാര്യയെ യേശു രക്ഷിച്ചു. അവൻ മറ്റേ നിരീശ്വരവാദി പറയുന്നു നിന്റെ ഭാര്യയെ രക്ഷിച്ച് യേശുവിനെ ഞാനും കൂടെ സ്തുതിക്കാം എന്നൊക്കെ പറഞ്ഞ് അവർ തമ്മിലുള്ളൊരു വാഗ്വാദം ഞാൻ കേട്ടു. അപ്പോ ഈ പെന്തക്കോസ്തുകാരൻ പറയാണ് മരിച്ചവർ വിശ്വസിച്ചില്ല. അതാ വിശ്വാസമാണ് അതിന്റെ ഘടകം. അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവർ വിശ്വസിച്ചിരുന്നെങ്കിൽ അവരും രക്ഷപ്പെടുമായിരുന്നു. ഇങ്ങനെ വിശ്വാസത്തെ കുറിച്ചാണ് പറയുന്നത്. വിശ്വാസം എന്നതിന് ഡോഗ്മ, ഉപദേശ സംഹിത, അങ്ങനെ ഒരു തലമുണ്ട്. വിശ്വാസം വിഘടിപ്പിക്കും. ഫെയ്ത്ത് ഡിവൈഡ്സ് ബട്ട് ലവ് യുണൈറ്റ്സ്. സ്നേഹം ഒരുമിപ്പിക്കും. വിശ്വാസം വിഘടിപ്പിക്കും. സ്നേഹം ഒരുമിപ്പിക്കും. ഒരു യാക്കോബായ കുടുംബത്തിലുള്ള ഒരു ചെറുപ്പക്കാരൻ പെന്തക്കോസ്ത് ഉപദേശിയുടെ പ്രസംഗം കേൾക്കുക, അല്ലെ പെന്തക്കോസ്ത് കൂട്ടുകാരന്റെ സ്വാധീനത്തിൽ പെടുക. അപ്പൊ ഇവന് വിശ്വാസം ഉണ്ടാകുകയാണ് ഈ പെന്തക്കോസ്ത് ഉപദേശത്തിൽ, അല്ലെങ്കിൽ സ്വർഗീയ വിരുന്നിനകത്ത് വിശ്വാസം ഉണ്ടാകുക, അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു കൾട്ടില്, അല്ലെങ്കിൽ ചിങ്ങവനം തമ്പിച്ചാന്റെ ഗ്രൂപ്പിൽ വിശ്വാസം ഇവനുണ്ടായി കഴിയുമ്പോൾ അവിടെ എന്തുണ്ടാകുകയാണ്? വിഘടന ഉണ്ടാകുക. വിശ്വാസം വിഘടിപ്പിക്കും. സ്നേഹം ഒരുമിപ്പിക്കും. ഇത് നിങ്ങൾ മനസ്സിൽ കുറിച്ചു വെക്കേണ്ട ആപ്തവാക്യമാണ്. ലവ് യുണൈറ്റ്സ്, ഫെയ്ത്ത് ഡിവൈഡ്സ്. സോ അപ്പോസ്തലനായ പൗലോസ് കൺക്ലൂഷൻ എഴുതുക, വിച്ച് വൺ ഈസ് ഗ്രേറ്റ്? ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. സകലത്തെയും ഉൾക്കൊള്ളാനും സകലത്തെയും സംയോജിപ്പിക്കാനും സകലത്തെയും സമന്വയിപ്പിക്കാനും സകലത്തെയും സ്വാംശീകരിക്കുവാനും സാധിക്കുന്ന ഒന്ന് സ്നേഹമാണ്. അപ്പൊ ഈസ്റ്റേൺ ഗോസ്പൽ ലവ് ബേസ്ഡ് ഗോസ്പൽ ആണ്. വെസ്റ്റേൺ ഗോസ്പൽ ഫെയ്ത്ത് ബേസ്ഡ് ആണ്, ഡിമാൻഡിങ് ആണ്. അതുകൊണ്ടാണ് എപ്പോഴും ഡിമാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നീ വിശ്വസിക്കണം, വിശ്വസിച്ചാൽ അങ്ങനെയാണ്, നീ ഏറ്റു പറഞ്ഞ് നീ വിശ്വസിച്ച്. ഡിമാൻഡിങ് ഒരിക്കലും തീരത്തില്ല. ആദ്യം പറയും വിശ്വസിച്ചാൽ മാത്രം മതി, എന്നാ പിന്നെ വല്ല കൊള്ളിയായിപ്പോട്ടെ വിശ്വസിക്കാം എന്ന് കരുതി ഇവൻ വിശ്വസിക്കുമ്പോൾ ഇത് അടുത്ത വിഷയം കൊണ്ട് വിശ്വസിച്ചിട്ട് സ്നാനപ്പെടണമെന്ന് പറയും. അപ്പൊ വിശ്വസിച്ച് സ്നാനപ്പെട്ട് കഴിയുമ്പോൾ വീണ്ടും വിശുദ്ധിയിൽ നിലനിൽക്കണമെന്ന് പറയും. പിന്നെ പള്ളിയിൽ അവരുടെ ക്ലബിൽ കൊണ്ടുപോകും. പിന്നെ പിരിവുകൾ, സ്തോത്ര കാഴ്ചകൾ, ദശാംശങ്ങൾ വാങ്ങും. പിന്നെ അവര് ചട്ടങ്ങൾ, പ്രമാണങ്ങൾ, കൽപ്പനകൾ, നിയമങ്ങൾ, നിബന്ധനകൾ, നിയന്ത്രണങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ഒന്നിനും പുറകെ ഒന്നൊന്നായിട്ട് നുഖങ്ങൾ വെച്ചുകൊണ്ടിരിക്കും. സൺഡന്റിങ്. പക്ഷേ യാതൊരു അഷുറൻസും ഇല്ല. നിങ്ങള് പെന്തക്കോസ്തിൻ അകത്ത് അവരോട് ചോദിക്കണം, ഇതെന്താ, ഞാൻ വിശ്വസിച്ചാൽ മതിയോ? ശ്രദ്ധിച്ചു ചോദിക്കുമ്പോൾ അതൊന്നും പോരാ. ഇതൊരു ലൈഫ് ലോങ് എക്സർസൈസിലേക്ക് കൊണ്ടുപോവാണ്. എസ് എ ലൈഫ് ലോങ് റോളർ കോസ്റ്റർ പോലെ അങ്ങോട്ട് കയറ്റി ഇരുത്തും. ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഒരു
ജീവിതാവസാനത്തിൽ എത്തി നിൽക്കുന്ന ഒരു പെന്തക്കോസ്തുകാരനോട് ചോദിച്ചാലും ഹി ഹാസ് നോ അഷ്വറൻസ്. അവനത് സെക്യൂർ ആക്കിയോ ഇല്ലയോ എന്നുള്ളതിന് യാതൊരു അഷ്വറൻസും. അപ്പൊ അതിന് വേണ ഒരു വാക്യം എടുത്തു. പൗലോസ് ശ്ലീഹ പറഞ്ഞു, ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല, എനിക്കത് പിടിക്കാമോ എന്ന് വിചാരിച്ച് ഞാൻ ഓടുകയാണ്. അല്ലേ? പൗലോസ് ശ്ലീഹ പറയുന്നില്ലേ? പൗലോസ് ശ്ലീഹ എന്തിനെ കുറിച്ചാ പറയുന്നത്? ക്രിസ്തുയേശുവിലുള്ള പരമവിളിയുടെ ലാക്കിനെ കുറിച്ചാണ് പറയുന്നത്. ക്രിസ്തുയേശുവിലുള്ള പരമവിളിയുടെ ലാക്കിനെ കുറിച്ച്. എന്താ അത്? പരമവിളി, ഇത് അൾട്ടിമേറ്റ് കോൾ. പല പൊസിഷനിലേക്കുള്ള വിളിയുണ്ട്. ദ ഹയസ്റ്റ് പൊസിഷൻ ഇൻ ദ കമ്മിങ് കിങ്ഡം ഓഫ് ലോർഡ്. കർത്താവിന്റെ വരുവാനുള്ള ശക്തിയേറിയ രാജ്യത്തിലെ ഏറ്റവും ഹയസ്റ്റ് പൊസിഷൻ കിട്ടുമോ എന്നാ പൗലോസ് നോക്കി. അതാ അവിടെ പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ നിത്യജീവൻ കിട്ടുമെന്നോ രക്ഷ കിട്ടാവുന്നല്ല. അത് റോങ് ആയിട്ട് ഇന്റർപ്രറ്റ് ചെയ്യും. രക്ഷ എന്നത് കുഞ്ഞാടിന്റെയും ദൈവത്തിന്റെയും ദാനമാണ്. ഇറ്റ് ഈസ് ഫ്രീ ഗിഫ്റ്റ്. അപ്പൊ ഇവരെ അൺസർട്ടനിറ്റിയിലാണ് നിൽക്കുന്നത്. ഇവരെ സംബന്ധിച്ച് ഇതിനകത്ത് യാതൊരു ഉറപ്പുമില്ല. കാരണം ഫെയ്ത്ത് ആണ്. ഫെയ്ത്ത് ഡിവൈഡ്സ്, ലവ് യുണൈറ്റ്സ്. സ്നേഹം ഒരുമിപ്പിക്കുന്നു, വിശ്വാസം ഭിന്നിപ്പിക്കുന്നു. അതുകൊണ്ട് വിശ്വാസം മോശമാണെന്നല്ല, സ്നേഹത്തിൽ സത്യം സംസാരിക്കുക. സ്നേഹം എന്നാൽ ഇത് ഒരുമിപ്പിക്കുന്ന. പക്ഷേ പെന്തക്കോസ്തുകാർ പ്രസംഗിക്കുന്ന അവരുടെ ഒബ്ജക്റ്റീവ് തന്നെ വിഘടിപ്പിക്കുക, ഭിന്നിപ്പിക്കുക എന്നുള്ളത്. നമുക്കറിയാം, ഫെയ്ത്ത് ബേസ്ഡ് ആയിട്ടുള്ള വെസ്റ്റേൺ ഗോസ്പൽ പ്രൊപ്പഗണ്ട എന്താ സംഭവിച്ചത്? ഭിന്നിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. 43,000-ത്തിലധികം വിഭാഗങ്ങളായിട്ട് ഭിന്നിപ്പിക്കപ്പെട്ടു. വീണ്ടും വീണ്ടും ഭിന്നിപ്പിക്കപ്പെട്ടു. നിങ്ങളൊരു പെന്തക്കോസ്ത് കൂട്ടായ്മയിൽ പോകുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ഇടയിൽ ഭിന്നതയുണ്ട്. ഏത് നിമിഷവും നിങ്ങളുടെ ആ കൂട്ടായ്മ രണ്ടാകാം. കാരണം അത് രണ്ടാകാൻ വേണ്ടി നിൽക്കുന്നതാണ്. ഈ ചില കായുണ്ടല്ലോ പൊട്ടി ഇങ്ങനെ തെറിക്കുന്നത്. അപ്പൊ അത് ഇത് പൊട്ടാനുള്ളത് നമുക്കറിയാം, കാണുമ്പോൾ പൊട്ടാൻ വേണ്ടി പോവാണ്. കാരണം യഥാർത്ഥ സുവിശേഷമല്ല അവിടെ പ്രഘോഷിക്കപ്പെടുന്നു. ഇതാണ് ഞങ്ങൾ പറയുന്നത് സാമാന്യമായ സുവിശേഷം, അല്ലെ റെഗുലർ ഗോസ്പൽ, അല്ലെ പോപ്പുലർ ഗോസ്പൽ, കൂടുതൽ പ്രചാരമുള്ള സുവിശേഷം. ദാറ്റ് ഈസ് പോപ്പുലർ ഗോസ്പൽ. ഞങ്ങൾ പ്രസംഗിക്കുന്നത് ഗ്ലോറിയസ് ഗോസ്പൽ. ഗ്ലോറിയസ് ഗോസ്പൽ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഗോസ്പൽ ഓഫ് ലൈഫ് ആൻഡ് ഇമ്മോർട്ടാലിറ്റി. ഇവിടെ ഒരു വാക്യമുണ്ട്, സത്യം വിൽക്കുകയല്ല വേണ്ടത്, വാങ്ങുകയത്രേ വേണ്ടത്. സത്യം വിൽക്കുകയല്ല, വാങ്ങുകയത്രേ വേണ്ടത്. അപ്പൊ അതുകൊണ്ട് ഇത് അങ്ങനെ വഴി കൊണ്ടുവച്ച് വിൽക്കത്തില്ല. ഇതൊരു വ്യാപാരം ചെയ്യുന്ന ഒരു വിപണന ചരക്കല്ല. പക്ഷെ നിങ്ങൾ നോക്കുക, പാശ്ചാത്യ സുവിശേഷം വഴിയിലെല്ലാം വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് ഞങ്ങൾ പ്രസംഗിക്കുന്നത് പലർക്കും പുതുമയാണ്, പലരും കേൾക്കുന്നില്ല, കേട്ടിട്ടില്ല. ഇത് ഈയിടെ ഉണ്ടാക്കിയതാണോ എന്നാണ് ചിലർ ചോദിക്കുന്നത്. ദിസ് ഈസ് ട്രൂ ഗോസ്പൽ. ഇതാണ് യഥാർത്ഥ സുവിശേഷം. യഥാർത്ഥ സുവിശേഷം
അപ്പൊ ഈ ഞങ്ങൾ പ്രസംഗിക്കുന്ന സുവിശേഷം നോൺ ഡ്യുവലിസ്റ്റിക് പ്ലാറ്റ്ഫോമിലാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഡ്യുവലിസ്റ്റിക്കും നോൺ ഡ്യുവലിസ്റ്റിക്കും ആയിട്ടുള്ള കാഴ്ചപ്പാടും. എന്താണ് ഡ്യുവലിസം? ദ്വൈതവാദം. ദ്വൈതവാദം സിമ്പിൾ ആയിട്ട് പറഞ്ഞാല്, നന്മയുണ്ടെങ്കിൽ തിന്മയുമുണ്ട്, വെളിച്ചമുണ്ടെങ്കിൽ ഇരുട്ടുമുണ്ട്, സ്വർഗം ഉണ്ടെങ്കിൽ നരകമുണ്ട്, ദൈവം ഉണ്ടെങ്കിൽ പിശാചുമുണ്ട്. അതിന്റെ ഒരു ലളിതമായ രൂപത്തിൽ ഞാൻ പറഞ്ഞ എന്താ ഇത്? ഇപ്പൊ നിങ്ങൾ കേൾക്കുമ്പോ നിങ്ങളും പറയും ശരിയല്ലേ? എന്തൊക്കെയാണ്? വെളിച്ചം ഉണ്ടെങ്കിൽ ഇരുട്ടുമുണ്ട്, നന്മയുണ്ടെങ്കിൽ തിന്മയുമുണ്ട്, സ്വർഗം ഉണ്ടെങ്കിൽ നരകമുണ്ട്, ദൈവം ഉണ്ടെങ്കിൽ പിശാചുമുണ്ട്. സത്യത്തിൽ ഇത് അങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത്? നന്മയില്ലാതെ വരുമ്പോഴല്ലേ തിന്മയുണ്ടാകുന്നത്? നന്മയുണ്ടെങ്കിൽ എങ്ങനെയാണ് തിന്മയുണ്ടാകുന്നത്? വെളിച്ചം ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ഇരുട്ടുണ്ടാകുന്നത്? വെളിച്ചമില്ലെങ്കിലല്ലേ ഇരുട്ടുണ്ടാകുക? വെളിച്ചമുണ്ടെങ്കിൽ ഇരുട്ടില്ല, നന്മയുണ്ടെങ്കിൽ തിന്മയില്ല. സ്വർഗമുണ്ട്, അതുകൊണ്ട് നരകം ഉണ്ടാണ്. ഇതാണ്, സ്വർഗം ഉണ്ടെങ്കിൽ എങ്ങനെ നരകം ഉണ്ടാകുക? ദൈവം ഉണ്ടെങ്കിൽ പിശാചില്ല, ദൈവം ഉണ്ടെങ്കിൽ എങ്ങനെയാണ് പിശാച് ഉണ്ടാവുന്നത്? ഇതാണ് വ്യത്യാസം. അപ്പൊ ഈ പാശ്ചാത്യ കാഴ്ചപ്പാടിൽ ദൈവവും ദൈവത്തിന് തുല്യവും വിപരീതവുമായ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് പവറുള്ള, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് പവറിൽ ഒരു എൻറ്റിറ്റി നിൽപ്പുണ്ട്, പിശാച്. ഒരു മത്സരത്തിൽ നിൽക്കുന്ന ആളാണ്. തന്റെ കസേര ഉറപ്പിക്കാൻ നിരന്തരമായി യുദ്ധത്തിൽ ഏർപ്പെടേണ്ടി വരുന്ന, ഒരു പോരാട്ടത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു ദൈവം. തിന്മയോട് നിരന്തരം സംഘർഷത്തിൽ ആയിരിക്കുന്ന നന്മ. ആ ദൈവം, അതായത് തന്റെ സ്ഥാനവും തന്റെ മാനവും സംരക്ഷിക്കുവാൻ നിരന്തരം കലഹിച്ചുകൊണ്ടിരിക്കുന്ന, മത്സരിച്ചുകൊണ്ടിരിക്കുന്ന, യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു ദൈവം. അതെന്ത് തരം ദൈവമാണ്? അപ്പൊ നമ്മുടെ ദർശനത്തിൽ നമ്മുടെ ദൈവം പരമാധികാരിയാണ്, സോവറിൻ ഗോഡ്. ആ ദൈവത്തെ ആരും ഒന്നും അലോസരപ്പെടുത്തുന്നില്ല. പെർഫെക്റ്റ് സെർണിറ്റിയിൽ, പരമാധികാരത്തിൽ ഇരിക്കുന്ന ദൈവം. നോ റൈവൽസ്, നോ ഈക്വൽസ്, നോ ചലഞ്ചസ്. അവന് എതിരുകളില്ല, അവന് തുല്യരില്ല, അവന് വെല്ലുവിളികളില്ല. പരമാധികാരം, സോവറിൻ, ദാറ്റ്സ് സോവർണിറ്റി ഓഫ് ഗോഡ്. അപ്പൊ പരമാധികാരിയായ ദൈവത്തിന്റെ തേജസ്സുള്ള സുവിശേഷം, പരമാധികാരിയായ ദൈവം, തന്നിൽ തന്നെ ജീവനുള്ള ദൈവം, ആ ജീവനിൽ നമ്മൾ പങ്കുകാരാകണം എന്ന് ആഗ്രഹിക്കുന്ന ദൈവം, നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവത്തിന്റെ ഹിതം, ഗുഡ്, അക്സെപ്റ്റബിൾ ആൻഡ് പെർഫെക്റ്റ് വിൽ ഓഫ് ഗോഡ്. ദൈവത്തിന്റെ ഹിതം 3 നിലവാരത്തിൽ നമുക്ക് തിരിച്ചറിയാം. ഗുഡ്,
acceptable and perfect. Perfect will of God. Perfect will of God എന്താണ്? പെർഫെക്റ്റ് വില്ലിൽ അവന്റെ ജീവനിൽ നമ്മൾ പങ്കുകാരാകുന്നു എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ടാണ് കാത്താർസിസ്, ഫോട്ടീസിസ്, തിയോസിസ്. ഇപ്പൊ കാത്താർസിസിൽ കൂടെ നമ്മൾ പോകുമ്പോ എന്താണ്? ഗുഡ് വിൽ ഓഫ് ഗോഡ് ആണ് സീക്ക് ചെയ്ത്. ഗുഡ് വിൽ ഓഫ് ഗോഡ്. നന്മ ഏതാണ്, തിന്മ ഏതാണ്? ഇപ്പൊ നല്ല കാര്യം ചെയ്യാം അല്ലെ, നന്മ ചെയ്യാം, ഡൂയിങ് ഗുഡ് ഡീഡ്സ്. അപ്പൊ നന്മയുടെയും തിന്മയുടെയും അറിവിനെ കൊണ്ടുവരുന്ന വൃക്ഷത്തിന്റെ ഫലം, the tree of the knowledge of good and evil, നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷഫലം. ആ വൃക്ഷഫലത്തിന്റെ രണ്ട് വൃക്ഷമാണ് അവിടെ ഉള്ളത്. ട്രീ ഓഫ് ലൈഫ് ഈസ് there and tree of knowledge is there. അപ്പൊ അറിവിന്റെ വൃക്ഷഫലമുണ്ട് അവിടെ. അപ്പം ട്രീ ഓഫ് നോളജ് ഇൻഫോർമേഷനാണ്. ഇൻഫോർമേഷനാണ്. ആ ട്രീയിൽ നിന്ന് എന്ത് കിട്ടും? ഇൻഫോർമേഷൻസ്, 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 ഇങ്ങനെ ടൺ കണക്കിന് ഇൻഫോർമേഷനാണ്. പക്ഷെ ട്രീ ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോർമേഷൻ. ട്രാൻസ്ഫോർമേഷനാണ്, നോട്ട് ഇൻഫോർമേഷൻ. ആ ട്രാൻസ്ഫോർമേഷൻ ആണ്, ഗ്രേസ് ആണ്. ആ ട്രീയുടെ പേരാണ് ഹിസ് ഫുൾനെസ്, അവന്റെ നിറവ്. പൗലോസ് പറയാണ്, ഫ്രം ഹിസ് ഫുൾനെസ് we all receive grace upon grace, grace upon grace. നമ്മൾ അവന്റെ നിറവിൽ നിന്ന് കൃപമേൽ കൃപ പ്രാപിക്കുന്നു. we receive grace upon grace upon grace. ഇപ്പൊ രണ്ട് വൃക്ഷമാണ്. നമ്മൾ ഏത് വൃക്ഷത്തിൽ നിന്നാണ് സ്വീകരിക്കുന്നത്? പെന്റക്കോസ്റ്റൽ ഗോസ്പൽ നമുക്കറിയാം. ഈ ക്ലബ് ഹൗസിലൊക്കെ കടന്ന് കലഹിക്കുന്ന, ചലയ്ക്കുന്ന ആളുകളുണ്ട്. അവര് നിരന്തരം പ്രസംഗിക്കുന്ന, അവർക്ക് എന്നോട് ഭയങ്കര അരിശമാണ്, അതിഭയങ്കരമായ വിരോധമാണ്. അവരെ കൊണ്ട് സാധിക്കുന്നതൊക്കെ അവർ ചെയ്യുന്നുണ്ട്. അവര് എങ്ങനെ നമ്മളെ ഡിഫൈൻ ചെയ്യാൻ സാധിക്കും, ടാർണിഷ് ചെയ്യാൻ സാധിക്കും, ഇതൊക്കെ നോക്കുകയാണ്. അതിലർത്ഥമില്ല. അത് ഈ നമ്മൾ സൂര്യനെ നോക്കി കാർക്കിച്ച് തുപ്പുന്ന പോലെയൊക്കെ ഉള്ളു. കാരണം നമ്മൾ സത്യത്തെയാണ് പ്രഘോഷിക്കുന്നത്. സത്യതൽപരരായവർ നമ്മുടെ വാക്കുകൾ ശ്രദ്ധിക്കും. സത്യത്തെ ഗ്രഹിച്ച് കൈക്കൊള്ളുവാൻ കഴിവില്ലാത്തവർ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? തിരസ്കരിക്കും, അവർ അസ്വസ്ഥരാകും. നിങ്ങളുടെ കയ്യിൽ സത്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാണ് വിഷമിക്കുന്നത്? മാറ്റുരയ്ക്കാൻ വന്ന് നോക്കാമല്ലോ ഏതാണ് സത്യമെന്ന്. അപ്പൊ ഇവരെന്തുകൊണ്ടാണ് കലഹിക്കുന്നത്? അതിന് കാരണം അവർ കഴിക്കുന്നത് ട്രീ ഓഫ് നോളജിൽ നിന്നുള്ള ഫ്രൂട്ട്സ് ആണ്. ഈ ട്രീ ഓഫ് നോളജിൽ നിന്നുള്ള ഫ്രൂട്ട്സ് കഴിക്കുന്ന ആളുകൾക്ക് അതിനീതിബോധമുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് വിശുദ്ധരാണെന്നുള്ള തോന്നലും മറ്റുള്ളവർ അശുദ്ധരാണെന്നുള്ള തോന്നലും പിന്നെ ഈ ക്ലാഷാണ്. അതുകൊണ്ട് അവരെപ്പോഴും ആളുകളെ കുറിച്ചും സംഭവങ്ങളെ കുറിച്ചും പറഞ്ഞുകൊണ്ടിരിക്കും. അവർക്ക് വലിയ ആത്മസംഘർഷമുണ്ട്, വലിയ ആത്മസംഘർഷമാണ്. അവരിങ്ങനെ കലയിക്കാണ്. റൈറ്റ് ഏതാണ്, റോങ് ഏതാണ്, റൈറ്റ് ഏതാണ്, റോങ് ഏതാണ്, അത് ശരിയാണോ, ഇത് ശരിയാണോ, ഇതാണോ ശരി, അതാണോ ശരി. അവരിങ്ങനെ ശരിതെറ്റുകളെ കുറിച്ച് എപ്പോഴും വാചാലരാകും, ആകുലരാകും, അസ്വസ്ഥരാകും, അതിനെ സംബന്ധിച്ച് കലഹിക്കും. ഇതാണ് നന്മ തിന്മകളുടെ അറിവിന്റെ വൃക്ഷം.
അപ്പൊ നന്മ തിന്മകളുടെ അറിവിന്റെ വൃക്ഷത്തെ ലിഖിത രൂപത്തിലാക്കുക, റിട്ടേൺ ഫോർമാറ്റിൽ. ഇപ്പൊ നമ്മുടെ ഹാർട്ട് ബീറ്റ്, ഹൃദയമിടിപ്പിനെ ലിഖിത രൂപത്തിലാക്കിക്കിട്ട്, അത് നമ്മുടെ ECG ഒക്കെ ഉണ്ട്, ഈ അല്ലെ, എക്കോ കാർഡിയോഗ്രാം ഒക്കെ എടുക്കുക, ഇങ്ങനെ പേപ്പറിൽ ഇങ്ങനെ വരച്ച് കാണിക്കാം. സംഗീതം എഴുതുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സംഗീതം, മ്യൂസിക് നോട്ട്സ്, ഒരു പാട്ടിന്റെ ഈണം എഴുതി വെക്കുകയാണ്. സാധാരണക്കാർക്ക് അറിയില്ല, മ്യൂസിക് നോട്ട്സ് വായിക്കാൻ അറിയാവുന്നവർക്കറിയാം. മ്യൂസിക് നോട്ട്സ് എഴുതും. അതുപോലെ ഈ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷം, അതിന്റെ ഫലം, ആ അറിവിന്റെ വൃക്ഷഫലം ലിഖിത രൂപത്തിൽ, ഇപ്പൊ നമുക്കറിയാം DNA അല്ലെ, DNA എഴുതുന്ന കോടിക്കണക്കിന് അക്ഷരങ്ങൾ കൊണ്ട് എഴുതിയാൽ തീരുകയില്ലാത്ത വിധം ഉള്ള കാര്യങ്ങള് ഓരോ DNA-യിലും ഉണ്ട്. അതിന്റെ സ്വഭാവ വിശേഷങ്ങള്, അതെങ്ങനെ വളരണം, എങ്ങനെ വികസിക്കണം, എന്ത് ഷേപ്പ് വരണം, എന്ത് നിറം വരണം, ഇതെല്ലാം. അതുപോലെ നന്മയെയും തിന്മയെയും സംബന്ധിച്ച അറിവിന്റെ ആ വൃക്ഷഫലത്തെ ലിഖിത രൂപത്തിലാക്കിയതിന്റെ പേരാണ് ന്യായപ്രമാണം. അപ്പൊ ന്യായപ്രമാണം എന്ന് പറയുന്നത് ആ ഫോർബിഡൻ ഫ്രൂട്ടിന്റെ റിട്ടേൺ ഫോർമാറ്റാണ്. ഇപ്പൊ ഫോർബിഡൻ ഫ്രൂട്ടിന്റെ റിട്ടേൺ ഫോർമാറ്റായ ന്യായപ്രമാണം വായിച്ചിട്ടാണ് ഈ ആളുകൾ നമുക്കെതിരെ ഈ വടിയും വാളും എടുത്തോണ്ട് വരുന്നത്. അതെപ്പോഴും കലഹം ഉണ്ടാക്കും. അത് മരണമാണ് അൾട്ടിമേറ്റ് ആയിട്ട് സംഭാവന ചെയ്തത്. കാരണം ആ വൃക്ഷഫലം തിന്നാൽ നീ മരിക്കും. ഇറ്റ്സ് എ ഫ്രൂട്ട് ഓഫ് ഡെത്ത്. അപ്പൊ ഈ പ്രമാണത്തെ പിൻപറ്റുന്നവർ മരണമാണ് അവസാനിപ്പിക്കുന്ന, മരണമാണ് വിതയ്ക്കുന്നത്. അത് എൻഡ് റിസൾട്ട് ഡെത്ത് ആയിരിക്കും. ആദ്യ റിസ്ട്രിക്ഷൻസ്, പിന്നെ ആജ്ഞകൾ, നിരോധനങ്ങൾ, നിബന്ധനകൾ, ഉപാധികൾ, വിലക്കുകൾ, അരുതുകൾ, താക്കീതുകൾ, തർജനം, ഭീഷണി, കൊലപാതകം, മരണം. ഈ മോശയിക ന്യായപ്രമാണം കിട്ടിയിട്ട് മലയുടെ മുകളിൽ നിന്ന് മോശ ഈ സാധനമായിട്ട് ഇറങ്ങി വരുന്നേ ഒരു കാഴ്ച. മരണത്തിന്റെ പ്രമാണം, മരണത്തിന്റെ പ്രമാണവുമായിട്ട് മോശ പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് ഇറങ്ങി താഴോട്ട് വരുമ്പോ അന്ന് അവിടെ കൊല്ലപ്പെട്ടത് 3000 പേരാണ്. നിങ്ങൾ പുറപ്പാട് പുസ്തകമൊക്കെ എടുത്തത് വായിക്കണം. അവിടെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം അവിടെ കൊല്ലപ്പെട്ടത് 3000 പേരാണ്. അതിനെ പൗലോസ് അപ്പോസ്തലൻ വിളിക്കുന്നത് മരണത്തിന്റെ പ്രമാണം എന്നാണ്. അതുകൊണ്ടാണ് പുതുനിയമം ഒരിക്കലും അക്ഷരത്തിന്റെ പ്രമാണമല്ല. അവൻ ഞങ്ങളെ പുതുനിയമത്തിന്റെ ശുശ്രൂഷകന്മാർ ആകുവാൻ പ്രാപ്തരാക്കി. അക്ഷരത്തിന്റെ ശുശ്രൂഷകന്മാരല്ല, ആത്മാവിന്റെ ശുശ്രൂഷകന്മാരത്രേ. അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. അപ്പൊ അതുകൊണ്ട് മരണത്തിന്റെ പ്രമാണമുണ്ട്. അതുകൊണ്ട് കരുണ ലഭിച്ചപ്പോൾ ഞങ്ങൾക്ക് ഈ ശുശ്രൂഷ ഉണ്ടായി. തുടർന്ന് പൗലോസ് അപ്പോസ്തലൻ പറയാണ്, അതുകൊണ്ട് ലജ്ജാകരമായ രഹസ്യങ്ങളെ ത്യജിച്ച് ഉപായം പ്രയോഗിക്കാതെയും
ദൈവവചനത്തിൽ കൂട്ടുചേർക്കാതെയും സത്യം വെളിപ്പെടുത്തുന്നതിനാൽ ദൈവസന്നിധിയിൽ സകല മനുഷ്യരുടെയും മനസാക്ഷിക്ക് ഞങ്ങളെ തന്നെ ബോധ്യമാക്കുന്നു. എന്നാൽ ഞങ്ങളുടെ സുവിശേഷം മറഞ്ഞിരിക്കുന്നുവെങ്കിൽ നശിച്ചു പോകുന്നവർക്കത്രേ അത് മറഞ്ഞിരിക്കുന്നു. എന്നിട്ട് പൗലോസ് പറയുകയാണ്, ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി അന്ധമാക്കി കളഞ്ഞു. In whom the God of this world has blinded the minds of unbelievers, lest the light of the glorious gospel of Christ, who is the image of God, should shine unto them. The light of the glorious gospel. This is the light of glorious gospel. പ്രമാണങ്ങൾ, നിയന്ത്രണങ്ങൾ, നിബന്ധനകൾ അൾട്ടിമേറ്റ്ലി ഡെത്ത് ആണ്. യഹൂദ മതപ്രമാണം, മോശയിക പ്രമാണം മരണത്തിന്റെ പ്രമാണം. ഇസ്ലാം മതത്തിന്റെ പ്രമാണം മോശയിക പ്രമാണത്തോട് സമാനമാണ്, തുല്യമാണ്, സിമിലർ ആണ്, സെയിം ആണ്. എൻഡ് റിസൾട്ട് ഡെത്ത് ആണ്. ഇവിടെയാണ് യേശു മിശിഹായുടെ സുവിശേഷം, ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധമായ ജീവൻ ഉണ്ടാകുവാനുമാണ്. ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധമായിട്ട്, ലൈഫ് ആൻഡ് അബണ്ടൻസ് ഓഫ് ലൈഫ്. നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാൻ, അത് സമൃദ്ധമായിട്ടുണ്ടാകുവാൻ. ടോട്ടലി ഡിഫറൻ്റ് ആണ്. ഒന്ന് നമ്മെ മോശയുടെ വെപ്പാട്ടിയാക്കി വിളിക്കുമ്പോൾ, കൃപ നമ്മെ യേശുവിന്റെ മണവാട്ടിയായിട്ട് വിളിക്കും. അപ്പൊ പ്രമാണം നിങ്ങളെ മോശയുടെ വെപ്പാട്ടിയാക്കുമ്പോൾ, കൃപ നിങ്ങളെ ക്രിസ്തുവിന്റെ മണവാട്ടിയാക്കും. അപ്പൊ ക്രിസ്തുവിന്റെ മണവാട്ടിയായിരിക്കണമോ മോശയുടെ വെപ്പാട്ടിയായിട്ടിരിക്കണമോ? ചോയ്സ് ഈസ് അപ് ടു യു. ഇവിടെയാണ് ആ രണ്ട് വൃക്ഷം പർദീസായിൽ കാണുന്നത്. അപ്പൊ ക്രിസ്തുവിനോട് ചേരുവാൻ മാമോദിസ സ്വീകരിക്കുക. അപ്പൊ ക്രിസ്തുവിനോട് ചേരുവാൻ മാമോദിസ, അതുകൊണ്ടാണ് ഈ മാമോദിസ ശുശ്രൂഷയില് നിങ്ങൾ ഈ യാക്കോബായ സഭയിലെ മാമോദിസ ശുശ്രൂഷ സെയിം പാട്ട് തന്നെ ഓർത്തഡോക്സിലും പാടുന്നത്. നിങ്ങളത് അവിടെ ശ്രദ്ധിച്ചാല് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. പറുദീസയിലാദാം രുചിനോ കാത്ത ഫലം. പറുദീസായില് ആദാം രുചി നോക്കാതെ പോയ ജീവന്റെ വൃക്ഷത്തിന്റെ ഫലം, ദ വിസിബിൾ മാനിഫെസ്റ്റേഷൻ, ദ ടാഞ്ചിബിൾ ഇൻകാർണേഷൻ, സ്പർശിക്കാൻ കഴിയുന്ന വിധത്തിൽ, കാണാൻ കഴിയുന്ന വിധത്തിൽ, കേൾക്കാൻ കഴിയുന്ന വിധത്തിൽ ആ ജീവന്റെ വൃക്ഷം, ആ വൃക്ഷഫലം എന്തായി തീർന്നു? മനുഷ്യനായി തീർന്നു. ദ ലോഗോസ് ഓഫ് ഗോഡ്. The word became flesh and tabernacled among us with full of grace and truth. കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അത് ആദ്യം മുതലുള്ളതായിരുന്നു. ഞങ്ങൾ കണ്ടു, ഞങ്ങൾ കേട്ടു, ഞങ്ങൾ സൂക്ഷിച്ചു വീക്ഷിച്ചു, ഞങ്ങൾ തൊട്ടുനോക്കി. അതാണ് ആ വൃക്ഷത്തിന്റെ പോപ്പുലർ ഗോസ്പൽ. നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷഫലത്തിന്റെ വിശദീകരണങ്ങളും വ്യാഖ്യാനങ്ങളുമാണ്. എന്നാൽ ഗ്ലോറിയസ് ഗോസ്പൽ ജീവന്റെ വൃക്ഷത്തിന്റെ ഫലം, ലൈഫ് ആൻഡ് അബണ്ടൻസ് ഓഫ് ലൈഫ്, നോ ഡെത്ത്. നോ ഡെത്ത്. മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു.
ദാറ്റ്സ് ഗോസ്പൽ, വിക്ടോറിയസ് ഗോസ്പൽ, ജയകരമായ സുവിശേഷം. ഈ ഗോസ്പൽ തമ്മിലുള്ള വ്യത്യാസമാണ്. മറ്റേടെയാണ് ദൈവം ഉണ്ടെങ്കിൽ പിശാചുമുണ്ട്, വെളിച്ചമുണ്ടെങ്കിൽ ഇരുട്ടുമുണ്ട്, നന്മയുണ്ടെങ്കിൽ ഇപ്പുറം തിന്മയുണ്ട്, സ്വർഗം ഉള്ളതുകൊണ്ട് ഇവിടെ നരകമുണ്ട്, ഇതെല്ലാം ഉണ്ട്. അൾട്ടിമേറ്റ്ലി അതിന്റെ അനുവാചകരെ, അനുയായികള് അവരെല്ലാം എങ്ങോട്ട് പോകും? അവർക്ക് നൽകുന്ന വാഗ്ദാനം ഒരു ഡൂംസ് ഡേ വാഗ്ദാനമാണ്, നാശത്തിന്റെ മഹാദിവസം. പിശാചിനോടൊന്നിച്ച് നരകത്തിൽ, അന്ധകാരത്തിൽ, തിന്മയിൽ. അപ്പൊ ട്രൂ ഗോസ്പൽ നൽകുന്ന പ്രത്യാശ അതല്ല. അതുകൊണ്ട് ഗ്ലോറിയസ് ഗോസ്പൽ എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അത് പെന്തക്കോസ്തുകാരുടെ ഗോസ്പൽ പോലെ എന്തോ ഒന്ന് അങ്ങനെയല്ല. ഈ സത്യസുവിശേഷം ഞങ്ങൾ പ്രസംഗിക്കുന്നു. അപ്പോൾ ഇതിലെന്താണ്? ഇവിടെ മനുഷ്യരെ അടിമകളാക്കുന്നില്ല, സുവിശേഷത്തെ വിൽപ്പന ചരക്കാക്കുന്നില്ല. അപ്പൊ മനുഷ്യരെ അടിമകളാക്കാത്തത് കൊണ്ടും സുവിശേഷത്തെ വിൽപ്പന ചരക്കാക്കാത്തത് കൊണ്ടും ഇതിന് വിപണന സാധ്യത കുറവാണ് എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ടും പോപ്പുലർ ഗോസ്പൽ അഥവാ വിദ്വേഷത്തിന്റെയും വിഭാഗീയതയുടെയും വിഘടനങ്ങളുടെയും വിഭജനങ്ങളുടെയും ഒരു സന്ദേശം അവതരിപ്പിച്ച് ആളുകളെ തമ്മിൽ മത്സരിപ്പിക്കുകയും കുടുംബങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കുകയും ഇടവകകളെ ക്ഷയിപ്പിക്കുകയും സഭകളെ ശിഥിലീകരിക്കുകയും ചെയ്യുന്ന ആ ആശയ സംഹിത, വിഷലിപ്തമായ ആ വിശേഷത്തിന്റെ പ്രചാരകർ ഞങ്ങൾക്കെതിരാകുക എന്നുള്ളത് സ്വാഭാവികമാണ്. അവര് എതിരായിട്ട് പറയും. ഞങ്ങൾ അവരെ പല പ്രാവശ്യം പറഞ്ഞു അവർക്ക് ദൈവമുണ്ടെങ്കിൽ അവരുടെ ദൈവം ആരാണെന്ന് പറയൂ. പെന്റക്കോസ്തുകാർക്ക് ചലഞ്ച് ഇട്ടിരിക്കുകയാണ്. ഡിസംബർ 31 വരെ കാലാവധി വെച്ച് ഓപ്പൺ ചലഞ്ചാണ്. 20 ലക്ഷം രൂപയാണ് ഓഫർ. പെന്തക്കോസ്തുകാർക്ക് അവരുടെ ദൈവം ആരാണെന്ന് അറിയാമെങ്കിൽ വന്ന് തെളിയിക്കും. അതിന് പകരം അവര് അതും ഇതും പറഞ്ഞ് പുറംവഴി നടക്കുക. ഇവിടെ യോഹന്നാൻ ശ്ലീഹ എഴുതുകയാണ് 1 യോഹന്നാൻ 5:13 I have written these things to you who believe in the name of the Son of God, so that you may know that you have eternal life. ദൈവപുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ട് എന്ന് അറിയണം, അറിയേണ്ടതിന്. എന്താ ഇവിടെ പറയുന്നേ? യു ഹാവ് ഇറ്റേണൽ ലൈഫ്, യു നോ ദാറ്റ്. അല്ലെങ്കിൽ പ്ലീസ് എൻറ്റർ ഇൻ ടു ദിസ് അണ്ടർസ്റ്റാൻഡിങ്. ഈ അറിവിലേക്ക് നിങ്ങൾ പ്രവേശിച്ചാലും നിങ്ങൾക്ക് നിത്യജീവൻ നൽകപ്പെട്ടിരിക്കുന്നു എന്നുള്ള അറിവിലേക്ക്. ഇതാണ് യേശു കർത്താവ് യോഹന്നാൻ ശ്ലീഹയുടെ സുവിശേഷം 17:3 പറയുന്നത്. ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നതാണ് നിത്യജീവൻ. അപ്പൊ ഇവിടെ നമ്മൾ 2 തരം അറിവിനെ കാണുകയാണ്. ഒന്ന് പുത്രനെ അറിയുന്നത്, മറ്റത് പ്രമാണങ്ങളെ അറിയുന്നത്. പുത്രനെ അറിയുന്നതും പ്രമാണത്തെ അറിയുന്നതും 2 രീതിയിലാണ്. പുത്രനെ അറിയുന്നത് എങ്ങനെയാണ്? റിലേഷൻഷിപ്പിലൂടെ ആണ് പുത്രനെ അറിയുന്നത്. അപ്പൊ ആ അറിവ് എന്നുള്ള ഒരു വാക്ക്
ഞാൻ പുരുഷനെ അറിയായികയാൽ. ഇതെങ്ങനെ? പുരുഷനെ അറിയുക എന്ന് പറഞ്ഞാൽ പുരുഷനെ കുറിച്ചുള്ള അറിവല്ല. പുരുഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ മീശയുള്ള ഒരാളാണ്, ഇങ്ങനെ പൊക്കത്തിലിരിക്കും, നല്ല കട്ടിയുള്ള ഒച്ച, അങ്ങനെയല്ല. ഒരു റിലേഷൻഷിപ്പാണ്. അപ്പൊ പുത്രനെ സ്വന്തമാക്കുക, പുത്രനോടുള്ള ബന്ധത്തിലേക്ക്, ആ കൂട്ടായ്മയിലേക്ക് പ്രവേശിക്കുക. അപ്പൊ ഫാദർ, സൺ ആൻഡ് ഹോളി സ്പിരിറ്റ്, പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായിട്ടുള്ള ഒരു പെരിക്കോറോസിസിലേക്ക്, ആ റിലേഷൻഷിപ്പിലേക്ക്, ആ ഡിവൈൻ ഡാൻസിലേക്ക് നിങ്ങൾക്ക് ഇൻവിറ്റേഷൻ നൽകിയിരിക്കുന്നു. ആ ഇൻവിറ്റേഷനിലേക്ക് പ്രവേശിക്കുക, അല്ലെങ്കിൽ ആ സ്വർഗീയ നടനത്തിൽ ഭാഗവാക്കുകളാകുക. ആ പ്രപഞ്ചത്തിന്റെ താളത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുക. ഇപ്പൊ നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത്? ആ താളത്തിന് പുറത്താണ്, ആ ലയത്തിലല്ല. അപ്പൊ ആ ഇൻവിറ്റേഷൻ, ദിസ് ഈസ് ഗോസ്പൽ, ദിസ് ഈസ് ഗ്ലോറിയസ് ഗോസ്പൽ, ദിസ് ഈസ് ട്രൂ ഗോസ്പൽ, ദിസ് ഈസ് ഗോസ്പൽ ഓഫ് ലൈറ്റ്, ദിസ് ഈസ് ഗോസ്പൽ ഓഫ് ട്രൂത്ത്, ദിസ് ഈസ് ഗോസ്പൽ ഓഫ് ലവ്. ഇത് പ്രകാശത്തിന്റെ സുവിശേഷം, ഇത് സ്നേഹത്തിന്റെ സുവിശേഷം, ഇത് സത്യത്തിന്റെ സുവിശേഷം. ഈ സുവിശേഷമാണ് ഗ്ലോറിയസ് ഗോസ്പൽ, അല്ലെങ്കിൽ തേജസ്സുള്ള സുവിശേഷം. മറ്റവർ പറയുന്നത് മതമാണ്. അവര് പറയുന്നത് ഇത് ഇങ്ങനെ കുറെ പ്രമാണങ്ങൾ, ലോങ് ലിസ്റ്റ് ഓഫ് ഡൂസ് ആൻഡ് ഡോൺസ്. ഇത് ഇങ്ങനെ ചെയ്യണം, അതിങ്ങനെ ആജ്ഞകളും നിരോധനങ്ങളും ഒരു പടി അവർക്കുണ്ട്. ഇപ്പൊ ഇസ്ലാമിക പ്രമാണങ്ങൾ അങ്ങനെയാണ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് കൽപ്പനകളുണ്ട്, നിബന്ധനകളുണ്ട്, ചട്ടങ്ങളുണ്ട്. ഇപ്പൊ സംഭവിക്കുന്നത് എന്താണ്? പെന്തക്കോസ്തുകാരും ഇസ്ലാമിസ്റ്റുകളുമായിട്ട് വലിയ സംഘർഷമാണ്. രണ്ട് പ്രമാണങ്ങളെ ഹോൾഡ് ചെയ്യുന്നവർ തമ്മിലുള്ള കലഹമാണ്. രണ്ടു കൂട്ടരും പ്രമാണമാണ് വെച്ചിരിക്കുന്നത്. പക്ഷെ നമ്മളിവിടെ എന്താ വെക്കുന്നത്? പറഞ്ഞ ഫെയ്ത്ത് എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കും? കലഹിപ്പിച്ചുകൊണ്ടിരിക്കും. ഫെയ്ത്ത് ഡിവൈഡ്സ് അസ്, ബട്ട് ലവ് യുണൈറ്റ്സ് അസ്. സ്നേഹം നമ്മളെ ഒരുമിപ്പിക്കും. അപ്പൊ സകലത്തെയും സാംശീകരിക്കുന്ന, സകലത്തെയും ഉൾക്കൊള്ളുന്ന, സമന്വയിപ്പിക്കുന്ന ആ സ്നേഹത്തിന്റെ സുവിശേഷം, ആ ഒരുമിപ്പിക്കുന്ന സുവിശേഷം, ദ ഗോസ്പൽ ഓഫ് ഇൻക്ലൂഷൻ, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സുവിശേഷം, ദ ഓൾ ഇൻക്ലൂസീവ് ഗോസ്പൽ ആണ് ഗ്ലോറിയസ് ഗോസ്പൽ. ഓൾ ഇൻക്ലൂസീവ്നെസ്. മറ്റേ എക്സ്ക്ലൂസീവാണ് എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ പറയണം, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്ക് ഉണ്ടാകരുത്. ആണ്ടവർക്ക് മനസ്സിലായി? ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ട്. മുകളിൽ ആകാശത്തിലോ ആകാശത്തിനാണ് ഭൂമിയിലോ ഭൂമിക്ക് താഴെ സമുദ്രത്തിലുള്ള യാതൊന്നിന്റെയും രൂപം പോലും നീ ഉണ്ടാക്കരുത്. എന്റെ നാമമൊന്നും നീ വൃഥ എടുക്കരുത്. ശബത്തിനെ നീ ആചരിക്കണം. എക്സ്ക്ലൂസീവാണ്. നിത്യജീവൻ ആഗ്രഹിക്കാൻ വേണ്ടി ഒരു യുവാവ് വന്ന് യേശുവിനോട് ചോദിക്കുമ്പോൾ, ഗുരു, നിത്യജീവൻ പ്രാപിക്കാൻ എന്ത് ചെയ്യണം? പ്രമാണങ്ങൾ ഒക്കെ നിനക്കറിയാമോ? അവൻ പറഞ്ഞു, ഉവ്വ്, എനിക്കറിയാം. അപ്പം യേശു കർത്താവ് അവിടെ പറയുന്നത്, ദൈവത്തിന്റെ എക്സ്ക്ലൂസീവായിട്ട് ദൈവത്തെ സേവിക്കുന്ന, അല്ലെ ഇസ്രായേലിന്റെ ദൈവത്തെ എക്സ്ക്ലൂസീവായിട്ട് സേവിക്കുന്ന ആ പ്രമാണങ്ങളെ കുറിച്ചൊന്നും യേശു പരാമർശിക്കുന്നില്ല. എന്നാലും ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ ഉണ്ടാകരുതെന്നോ, നീ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ എക്സ്ക്ലൂസിവിറ്റി എല്ലാം എടുത്തു മാറ്റിയിട്ട് ഓൾ ഇൻക്ലൂസീവ്, മനുഷ്യനെ സ്നേഹിക്കുക എന്നുള്ള ആ ഒരു മിനിമം അജണ്ടയിലേക്ക് കൊണ്ടുവരിക. അതുകൊണ്ടാണ് കർത്താവ് ഈ മുഴുവൻ പ്രമാണത്തെയും, ആ പ്രമാണങ്ങളല്ല, മറിച്ച് ജീവന്റെ അപ്പത്തെയാണ്, ജീവന്റെ സുവിശേഷത്തെയാണ് കർത്താവ് കാണിക്കുന്നത്. നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ദാറ്റ്സ് ഇറ്റ്. ഇതാണ് പറുദീസായിൽ ആദാമിന് രുചി നോക്കാൻ കഴിയാതെ പോയ ഫലം. ഇതുകൊണ്ടാണ് കായേനും ഹാബേലും തമ്മിൽ ഭിന്നതയുണ്ടായത്, സംഘർഷമുണ്ടായത്. ഇതുകൊണ്ടാണ് അവിടെ കൊലപാതകമുണ്ടായത്. അതുകൊണ്ടാണ് മത്സരമുണ്ടായത്. ഇപ്പം കോരഹ് പുത്രന്മാർ മത്സരിച്ചു.
മിറിയാം മത്സരിച്ചു. നമുക്ക് പിന്നെ അറിയാം ദ ഹിസ്റ്ററി ഓഫ് റിബല്യൻ, ദ ഹൗസ് ഓഫ് റിബല്യൻ അല്ലേ? പിന്നെ പ്രവാചകന്മാർ വിളിക്കുന്ന മത്സരഗൃഹം എന്നാണ് വിളിക്കുന്നത്, ഹൗസ് ഓഫ് റിബല്യൻ. നിങ്ങൾ ഓൾഡ് ടെസ്റ്റമെന്റ് സ്റ്റോറീസ് ഇങ്ങനെ വായിച്ചു വരുമ്പം ഈ ഓൾഡ് ടെസ്റ്റമെന്റ് സ്റ്റോറി മുഴുവൻ പറയുന്നത് എന്താണ്? ഈ ഒരൊറ്റ വൃക്ഷത്തിന്റെ ഫലത്തിന്റെ റിസൾട്ടാണ്. റിസൾട്ട് ഓഫ് ദ ട്രീ ഓഫ് നോളജ് ഓഫ് ഗുഡ് ആൻഡ് ഈവിൾ. നന്മയുടെയും തിന്മയുടെയും അറിവിന്റെ വൃക്ഷഫലത്തിന്റെ അനന്തര ഫലങ്ങളുടെ വിവരണങ്ങളും വിശദീകരണങ്ങളുമാണ് പഴയ നിയമത്തിന്റെ പുറങ്ങളിൽ മുഴുവൻ നിങ്ങൾ കാണുന്നത്. ഈ ഒരു തരത്തിൽ നിങ്ങൾ അതിനെ കാണുമ്പോൾ പഴയ നിയമം മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാവില്ല. അല്ലെങ്കിൽ പഴയ നിയമം മനസ്സിലാക്കാൻ വലിയ പ്രയാസം വരും. ഇത് ആ വൃക്ഷത്തിന്റെ റിസൾട്ടാണ് ഇതെന്ന് മനസ്സിലാക്കുക. ഇപ്പോൾ എന്താണ്? ഇതാ കന്യക ഗർഭിണിയായി മകനെ പ്രസവിക്കുന്നു. അവൻ എന്താണ്? ജീവന്റെ വൃക്ഷഫലവുമായിട്ട്. ഞാൻ വന്നിരിക്കുന്നത് എന്തിനല്ല? ചട്ടങ്ങളും പ്രമാണങ്ങളും തൊടരുത്, പിടിക്കരുത്, രുചിക്കരുത്, നോക്കരുത്, കേൾക്കരുത്, അരുതുകളുടെ പ്രമാണങ്ങളുമായിട്ടല്ല, ജീവനുമായിട്ട് വന്നിരിക്കുന്നു. ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധിയായിട്ട് ഉണ്ടാകുവാനും അത്രേ. ദിസ് ഈസ് ഗ്ലോറിയസ് ഗോസ്പൽ. ഇതാണ് ഞങ്ങൾ ഈ തേജസ്സുള്ള സുവിശേഷം, ഗ്ലോറിയസ് ഗോസ്പൽ എന്ന് പറയും. അപ്പൊ ഈ ഗ്ലോറിയസ് ഗോസ്പലിൻ്റെതായ അല്ലെങ്കിൽ ഈ യഥാർത്ഥ സുവിശേഷത്തിൻ്റെതായ ഒരു പ്ലാറ്റ്ഫോമിൽ ചിട്ടപ്പെടുത്തിയിരിക്കുന്ന ആ പ്ലാറ്റ്ഫോമിലുള്ള ഒരു ഈസ്റ്റേൺ ചർച്ചുകൾക്കൊക്കെ അത്തരം ഒരു കാഴ്ചപ്പാടുള്ളൂ. അതിൻ്റെതായ തിയോളജി, അത്തരത്തിലുള്ള ഒരു വേൾഡ് വ്യൂ തികച്ചും വ്യത്യസ്തമാണ്. പാശ്ചാത്യ സുവിശേഷം കിതച്ചു നിൽക്കുകയാണിപ്പോൾ. അവർ തളർന്നു. കാരണം അവരിൽ നിന്ന് തന്നെ ഉണ്ടായ കലഹങ്ങളാണ്. പാശ്ചാത്യ ഗോസ്പലിനകത്ത് തന്നെ ഭിന്ന ഗ്രൂപ്പുകൾ ഉണ്ടായി. അവർ തമ്മിൽ കലഹിച്ച് ഒരുത്തനോട് ഒരുത്തൻ എന്ത് ചെയ്യുന്നു? വെട്ടിച്ചാവുന്നു. ഒരുവനാൽ ഒരുവൻ ഒടുങ്ങിപ്പോകും. ഇത് ആര് പറഞ്ഞാന്നറിയാമോ? യാക്കൂസ്ലിയ പറഞ്ഞ. വളരെ വ്യക്തമായിട്ട് യാക്കൂസ്ലിയ പറഞ്ഞു, ഒരുവനാൽ ഒരുവൻ എന്ത് ചെയ്യുന്നു? ഒടുങ്ങിപ്പോകും. അപ്പൊ ഒരുവനാൽ ഒരുവൻ ഒടുങ്ങിപ്പോകുന്ന ഭിന്നത ഇതാണ് പാശ്ചാത്യ സഭയിൽ സംഭവിച്ചത്. സഹോദരന്മാരെ, വിധിക്കപ്പെടാതിരിക്കാൻ ഒരുവന്റെ നേരെ ഒരുവൻ ഞരങ്ങിപ്പോകരുത്. ഇതാ ന്യായാധിപതി വാതിക്കൽ നിൽക്കുന്നു. അപ്പൊ ഒരുവനാൽ ഒരുവൻ ഒടുങ്ങിപ്പോകുന്ന വിധത്തിൽ അത്തരത്തിലുള്ള ഒരു ഭിന്നത കാണുകയാണ്. ഇപ്പൊ അതിന്റെ അൾട്ടിമേറ്റ് രംഗം നമ്മൾ കണ്ടു. അവരുടെ ഇടയിൽ നിന്ന് തന്നെ ഉയർന്നു വന്ന നിരീശ്വരവാദികളുടെ, യുക്തിവാദികളുടെ ഒക്കെ ചോദ്യങ്ങളുടെ മുമ്പിൽ, വിമർശനങ്ങളുടെ മുമ്പിൽ അവർ തകർന്നടിഞ്ഞു കഴിഞ്ഞു. അവർക്ക് ഉത്തരവില്ല. അപ്പോൾ അവരെന്ത് ചെയ്യാണ്? ഞങ്ങൾ ഗ്ലോറിയസ് ഗോസ്പൽ പറയുന്നു, ട്രൂ ഗോസ്പൽ പറയുന്നു. ഇപ്പൊ ട്രൂ ഗോസ്പലിന്റെ മുമ്പിൽ നിരീശ്വരവാദത്തിന് പ്രസക്തിയില്ല. യുക്തിവാദികൾക്ക് മൗനമേ ഉള്ളൂ, അവർക്കും ചോദിക്കാനില്ല. ദിസ് ഈസ് പെർഫെക്റ്റ് ഗോസ്പൽ. ഇല്ലോജിക്കലായിട്ട് ഞങ്ങളൊന്നും പറയുന്നില്ല. ഇത് ഞങ്ങൾ പുതുതായിട്ട് ഉണ്ടാക്കല്ല, ഇത് പണ്ട് തൊട്ടുള്ളതാണ്. അപ്പൊ ഈ പെന്റക്കോസ്റ്റിലൊക്കെ ഉള്ള ആളുകൾക്ക് ഇപ്പൊ എന്താണെന്നറിയോ? ഞങ്ങൾ പറയുന്ന ട്രൂ ഗോസ്പൽ അല്ല, അവരുടെ റോങ് ഗോസ്പലാണ് ഇവിടെയുള്ള പൗരസ്ത്യ സഭകളും വിശ്വസിക്കുന്നതെന്ന് അവർക്കൊന്ന് തെളിയിക്കണം. അതിനുവേണ്ടി എന്ത് ചെയ്യാണ്? പൗരസ്ത്യ സഭകളുടെ അച്ഛന്മാരെയൊക്കെ വിളിച്ച്, അച്ഛാ ഇങ്ങനെയല്ലേ അച്ഛാ നമ്മൾ വിശ്വസിക്കുന്നത്, ഇങ്ങനെയല്ല അച്ഛാ ഒന്ന് പറയച്ചാ. തിരുമേനിമാരെയൊക്കെ വിളിച്ചു ചോദിക്കുക, തിരുമേനി ഇങ്ങനെയല്ലേ? എടാ, 100 കൊല്ലമായിട്ട് ആ സഭകളിൽ നിന്ന് ആടുകളെ അടർത്തി എടുത്തോണ്ട് പോയി, മോഷ്ടിച്ചുകൊണ്ട് പോയി. ആ സഭകളെ മുഴുവൻ ഭിന്നിപ്പിച്ചു, ക്ഷയിപ്പിച്ചു, ഇടവകളെ ഛിദ്രിപ്പിച്ച ഇവർക്ക് ഇപ്പൊ അച്ഛന്മാരുടെ സപ്പോർട്ട് വേണം, സർട്ടിഫിക്കറ്റ് വേണം. ഗ്ലോറിയസ് ഗോസ്പൽ വന്നതിന്റെ ഓരോ മാറ്റങ്ങളെ
സെബാസ്റ്റ്യൻ പുന്നക്കൽ എന്ന് പറഞ്ഞ ഒരുത്തനുണ്ട്. അവൻ കഴിഞ്ഞ ദിവസം ക്ലബ് ഹൗസിൽ ഇരുന്നിട്ട് രണ്ട് അച്ഛന്മാരെ കൊണ്ട്, അച്ഛാ ഒന്ന് പറയച്ചാ, ഞാനും ഒരു ക്രിസ്ത്യാനി അല്ലേ അച്ഛാ ഒന്ന് പറയാൻ. അപ്പൊ അവൻ ക്രിസ്ത്യാനിയാണെന്നുള്ളതിന്റെ സർട്ടിഫിക്കറ്റ് അച്ഛന്റെ വേണം. ഏതോ അച്ഛൻ ഈ ക്ലബ് ഹൗസിൽ ഇങ്ങനെ വരുമ്പോ ആരാണെന്ന് അറിയത്തില്ല, ആരോ ഒരാളെന്ന്, ഞാനൊരു അച്ഛനാകുന്നു, മകനെ നീ ക്രിസ്ത്യാനിയാകുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള എന്ന് പറഞ്ഞാൽ ഗ്ലോറിയസ് ഗോസ്പൽ കഴിഞ്ഞ 3 കൊല്ലം കൊണ്ട് മലയാളികളിൽ ഉണ്ടാക്കിയിരിക്കുന്ന മാറ്റം ഡ്രമാറ്റിക് ചേഞ്ച് ആണ്. ഭയങ്കര മാറ്റം വന്നിരിക്കുക. കാരണം ഇപ്പൊ അവര് പെന്തക്കോസ്തുകാർ മുഴുവൻ അംഗീകരിച്ചിരിക്കുന്നു ഓർത്തഡോക്സ് സഭയാണ് യഥാർത്ഥ സഭ. ഓർത്തഡോക്സിലെ അച്ഛന്മാരോ തിരുമേനിമാരോ പറഞ്ഞെങ്കിലേ തങ്ങൾ ക്രിസ്ത്യാനികളാകത്തുള്ളൂ. അതുകൊണ്ട് ഇവരിപ്പോ മുഴുവൻ ഓർത്തഡോക്സുകാരെ വിളിക്കുക, അച്ഛമ്മ അച്ഛാ ഒന്ന് പറയച്ചാ, ഞങ്ങളുടെ സുവിശേഷം ശരിയാണെന്ന് പറയച്ചാ. എന്നാ പിന്നെ അവിടെ നിന്നാ പോരായിരുന്നു, അല്ല അങ്ങോട്ട് ചേർന്നാ പോരെ. ഓർത്തഡോക്സിലാണ് ആധികാരികത. ഇപ്പൊ അവർ അത്രത്തോളമൊക്കെ എത്തിയിട്ടുണ്ട്. ഈ ചില ആളുകളുണ്ട് ഈ വെള്ളത്തിൽ നിന്ന് കൈ പൊക്കും, പിടിച്ചു കയറ്റാൻ നോക്കുന്നവനെ കൂടെ വലിച്ചു താഴോട്ടിടും. അപ്പൊ അതുപോലെ കുറച്ച് അച്ഛന്മാരെ കൂടെ വലിച്ച് ഇവരുടെ കൂടെ ഇടാൻ വേണ്ടിയാണ് ഇവരുടെ ശ്രമം. സോ ഞങ്ങൾ പറയുന്നത് പ്യുവർ ഗോസ്പൽ, ഈസ്റ്റേൺ വേൾഡ് വ്യൂ ആൻഡ് ഈസ്റ്റേൺ അണ്ടർസ്റ്റാൻഡിങ്. ദിസ് ഇസ് ഗ്ലോറിയസ് ഗോസ്പൽ, ജസ്റ്റ് അൺസ്റ്റോപ്പബിൾ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മേ ഗോഡ് ബ്ലസ് യു.